നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. മലയാള സിനിമയെ ചരിത്രത്തിൽ ആദ്യമായി 200 കോടി ക്ലബിൽ എത്തിച്ച സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലുമായി മികച്ച കളക്ഷൻ നേടിയെടുത്ത ചിത്രം കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കുകയാണ്. റിലീസായി ഒരു മാസം പിന്നിടുന്ന ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരിക്കുകയാണ് നിരവധി പേർ. തിയേറ്ററിൽ വിസ്മയം തീർത്ത സിനിമ ഒരിക്കൽ കൂടി കാണാൻ നിരവധി പേരാണ് ചിത്രം OTTയിൽ എത്താൻ കാത്തിരിക്കുന്നത്. റിലീസിന് മുമ്പ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ OTT അവകാശം ആരും സ്വന്തമാക്കിയിരുന്നില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം ലഭിച്ചതോടെയാണ് മഞ്ഞുമ്മ ബോയ്സിന്റെ OTT അവകാശത്തിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ രംഗത്തെത്തിയത്. ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ട്രേഡ് അനലിസ്റ്റായ ശ്രീധർ പിള്ള പങ്കുവയ്ക്കുന്ന വിവരപ്രകാരം സ്റ്റാർ നെറ്റ്വർക്കാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ OTT സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. അതിനാൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാകും മഞ്ഞുമ്മൽ ബോയ്സിന്റെ OTT റിലീസ്. അതേസമയം ചിത്രം എന്ന് OTTയിൽ എത്തുമെന്ന കാര്യത്തിൽ ധാരണയായില്ല. കൂടാതെ ഈ റിപ്പോർട്ടുകൾ സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം സിനിമയുടെ അണിയറ പ്രവർത്തകരോ OTT പ്ലാറ്റ്ഫോമോ സ്ഥിരീകരിച്ചിട്ടില്ല. മഞ്ഞുമ്മൽ ബോയ്സിന് പുറമെ മികച്ച കളക്ഷൻ റെക്കോർഡുള്ള പ്രേമലുവിന്റെ OTT അവകാശം സ്വന്തമാക്കിയിട്ടുള്ളതും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രേമലു OTTയിൽ വിഷുവിനെത്തുമെന്നാണ് സൂചന. അതിനാൽ മഞ്ഞുമ്മൽ ബോയ്സ് OTT എത്താൻ ഇനി സമയമെടുത്തേക്കും.